അങ്ങനെ ഈ വർഷത്തെ ഓണപ്പരിപാടിക്ക് സമയമായി. നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു അടിപൊളി അസാമിയ മാവേലീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു മാസമായി ഇതിൻ്റെ ബാക്കിലാണ് കേട്ടോ. ഈ പരിപാടി എങ്ങനെയെങ്കിലും അടിപൊളിയാക്കണം എന്നുള്ള ഒറ്റ മൈൻഡേ എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു മാവേലീനെ സംഘടിപ്പിച്ച് ഓലക്കൂടെ സെറ്റാക്കി. ഇതെല്ലാം ഇവിടെ അവൈലബിൾ അല്ലാത്ത സാധനങ്ങളാണ്. എന്നാലും എല്ലാവരും കൂടെ തപ്പി കണ്ടുപിടിച്ചിട്ട് എല്ലാവരും ഒരേപോലെ സെറ്റ് സാരിയും സെറ്റ് മുണ്ടും എല്ലാം ആയിട്ടുണ്ടല്ലോ. നമുക്കൊരു കേരളത്തിൽ ഉള്ള ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെയും മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സദ്യ എന്ന് പറയുന്നത് ഇവിടെ മസ്റ്റാണല്ലോ ഓണപ്പരിപാടിക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഓരോ ഡിഷസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോരാളും കൂടിയിട്ട് ഓരോ ഡിഷസാണ് ഉണ്ടാക്കിയത്. നമ്മളിവിടെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആൾക്കാരുണ്ടായതുകൊണ്ട് ഓരോ ജില്ലക്കാരും അവരവരുടെ നാട്ടിൽ എന്താണ് സ്പെഷ്യൽ അതാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടായി. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ കാസർഗോഡുകാരി ആയതുകൊണ്ട് എനിക്ക് സദ്യ വലിയ ശീലമില്ല, പക്ഷേ ഈ സദ്യ സൂപ്പറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗെയിംസ് വന്നു. പിന്നെ പിള്ളേർക്ക് മിഠായി പെറുക്കൽ, വലിയ ആൾക്കാർക്ക് ലെമൺ ആൻഡ് സ്പൂൺ, വടംവലി. ടൈൽസിലാണെങ്കിൽ നമ്മൾ വടം വലിച്ചിരിക്കുന്നൊരു എന്ത് പറയല് വാശിയായിരുന്നു. അതുകൊണ്ട് വടംവലിയെല്ലാം കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡാൻസോടുകൂടി നമ്മൾ പരിപാടി അവസാനിപ്പിച്ച്.